ഉപ്പുതറയിലെ നാലംഗ കുടുംബത്തിന്റെ ആത്മഹത്യ സംഭവത്തിൽ കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ രംഗത്ത്. ഡിവൈഎഫ്ഐ ഓട്ടോ ടാക്സി യൂണിയൻ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. സിപിഎം ഉപ്പുതറ ലോക്കൽ സെക്രട്ടറി കെ കലേഷ് കുമാർ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ഉപ്പുതറ 9 ഏക്കറിൽ നാലംഗ കുടുംബത്തിനെ ഭീഷണിപ്പെടുത്തി ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവത്തിൽ കല്ലട ജനറൽ ഫിനാൻസ് ഉടമയ്ക്കെതിരെയും ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ ജീവനക്കാർക്കെതിരെയും കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉപ്പുതറയിൽ ഡിവൈഎഫ്ഐയുടെയും ഓട്ടോ ടാക്സി തൊഴിലാളി യൂണിയന്റെയും നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. സിപിഎം ലോക്കൽ സെക്രട്ടറി കെ കലേഷ് കുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. കല്ലട ഫിനാൻസ് ഏജൻസി നിരന്തരം ആ കുടുംബത്തോട് ഭീഷണി മുഴക്കുകയും നിരന്തരം വീടുകളിൽ ചെന്ന് പണം ചോദിക്കുന്ന ഒരു സാഹചര്യം നിലനിന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് സജീവിൻ്റെ കുടുംബവും കഴിഞ്ഞ ദിവസവും നമ്മുടെ നാടിനെ നടുക്കിക്കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. ഈ ആത്മഹത്യൻ്റെ പുറകിൽ കല്ലട ഏജൻസി ഫിനാൻസ് സ്ഥാപനത്തിൻ്റെ ഉടമയും അപ്പോൾ തന്നെ ഭീഷണി മുഴക്കം ചെയ്ത ജീവനക്കാരെയും കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് സിപിഎമ്മിൻ്റെയും സിഐടിയുടെയും ഡിവൈഎഫ്ഐയുടെയും ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇന്നും ഇന്നലെയായി പ്രതിഷേധ യോഗങ്ങളും പ്രതിഷേധ പ്രകടനങ്ങളും നടത്തി വരികയാണ്. ഇത്തരത്തിലുള്ള കൊള്ളപ്പലിശ പണം ഈടാക്കിക്കൊണ്ട് ഫിനാൻസ് സ്ഥാപനങ്ങൾ എവിടെ ഉണ്ടെങ്കിലും അതിന് മുൻപിൽ സിപിഎമ്മും സിഐടിയും ഡിവൈഎഫ്ഐയും പ്രതിഷേധ മുഖത്തിൽ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സിഐടി നേതാക്കളായ CD ക്രിസ്റ്റി, പ്രസാദ് CK, ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് അഫ്സൽ മുഹമ്മദ്, എബിൻ, PV വിജേഷ്, അഖിലേഷ് നായർ, സുനിൽകുമാർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.